15,000-ഓളം NHM ജീവനക്കാർ, ഇതിൽ നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാം പ്രവർത്തിക്കുന്ന ഈ 15,000 ആളുകൾക്ക് 2.5 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അവരുടെ വിഷമം അവർ വാട്സപ്പ് വഴി എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇവരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ വല്ലാത്ത പട്ടിണിയിലും ഒക്കെയാണെന്ന് അവരറിയുന്നു. പൂർണ്ണ പട്ടിണിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല, കടം വാങ്ങിയൊക്കെ അവർ ജീവിക്കുന്നുണ്ട്, അർത്ഥ പട്ടിണിയിലാണ്. 75 ദിവസമായി അവർക്ക് ശമ്പളം കിട്ടിയിട്ടെന്നാണ് പറയുന്നത്. അവരെങ്ങനെ ജീവിക്കുമെന്തോ. അപ്പോൾ പലരും ഇങ്ങനെ കേരളത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് ഈ NHM ജീവനക്കാർ. എന്തായാലും അവരുടെ കാര്യത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണം. കാരണം അവർക്ക് മുഴുവൻ ശമ്പളവും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജീവിച്ചു പോകാനുള്ള പകുതി ശമ്പളമെങ്കിലും കൊടുത്ത് അവരുടെ കുടുംബത്തെ നിലനിർത്തണമെന്നാണ് 24-ന് പറയാനുള്ളത്. സർക്കാരിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും ക്ലേശമുള്ള സമയത്താണ് സർക്കാർ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ ഈ NHM ജീവനക്കാരുടെ കാര്യം കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞാണ്, ആരോഗ്യവകുപ്പും മറ്റുള്ളവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി അവരിറങ്ങിത്തിരിക്കുമ്പോൾ അവർ ആമാശയത്തിൻ്റെ അവിടെ കൈ ചേർത്ത് പിടിച്ച് അമർത്തി പിടിച്ച് ദാരിദ്ര്യം അകറ്റിയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത്.